ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായിട്ട് തന്നെ വേടൻ നിയമത്തിന്റെ വ്യവസ്ഥയിൽ നിന്നും എവിടെയും ഒളിച്ചോടിയിട്ടില്ല. വേടനെതിരായിട്ട് ഇത്തരത്തിലൊരു എഫ്ഐആർ നിലവിൽ വന്നപ്പോൾ തന്നെ വേടൻ എന്ത് ചെയ്തു? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജാമ്യാപേക്ഷയുമായി കോടതിയിൽ എത്തുകയും കോടതി അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം ഒരു കാരണവശാൽ റേപ്പിന്റെ ഭാഗത്ത് വരില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതിയും നിരവധി ഉത്തരവുകളിലൂടെയും നിരവധി വിധി പ്രഖ്യാപനങ്ങളിലൂടെയും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുള്ളതാണ്. ഇവിടെ സംഭവിക്കുന്നത് കൃത്യമായിട്ട് വേടനെതിരായിട്ട് ഒരു വലിയ ഗൂഢാലോചന കേരളത്തില് ഈ പറയുന്ന ഇന്ത്യയിലെ പല മേഖലകളിൽ നിന്നായിട്ട് ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് വളരെ വാസ്തവമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള തുടരെയുള്ള പരാതികൾ എന്ന് പറയുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഈ വേടന്റെ ഭാഗത്തു നിന്നും ആർക്കെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള പീഡന ശ്രമങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആർക്ക് വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിയമത്തെ സമീപിക്കുന്നതിനോ എതിരല്ല. ഇവിടെ പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് വേടൻ സമൂഹത്തിൽ ചില നിലപാടുകൾ പറയുകയും വേടൻ ആ കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിൽക്കുന്ന ചില തിന്മകളെ ചൂണ്ടിക്കാണിക്കുക, വേടൻ ചില രാഷ്ട്രീയ നിലപാടുകൾ എടുത്തുകൊണ്ട് ഈ നാട്ടിലെ ഇന്ത്യ ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും അല്ലെങ്കിൽ ഈ പറയുന്ന ചില പ്രസ്ഥാനങ്ങൾക്കെതിരെയും ശക്തമായ നിലപാടുകൾ പറഞ്ഞതിന്റെ പിന്തുടർച്ചയായിട്ടാണ് 2000-ലും 2020-ലും 2021-ലെയും 2022-ലെയും ഒക്കെ കേസുകൾ ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേസുകളെ വേടൻ നിയമത്തിന്റെ വഴിയിൽ തന്നെ നേരിടണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ അതിന്റെ പേരിൽ വേടനെ പോലെ ഒരാളെ കൃത്യമായിട്ട്, അതായത് കേരളത്തിൽ അദ്ദേഹം നേടിയെടുത്ത വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത ഒരു സ്പേസ് ഉണ്ട്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഒരു വലിയൊരു ആരാധന വൃന്ദമുണ്ട്. അദ്ദേഹത്തിന്റെ വേദികളിലും അദ്ദേഹത്തെ കാണുവാനും ആളുകൾ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ തുടരെയായിട്ടുള്ള ആരോപണങ്ങൾ, അതും പഴയ ആരോപണങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ ഇന്നിവിടെ ഈ പരാതി കൊടുത്തു എന്ന് പറയുന്ന ആളുകൾ തന്നെ നേരത്തെ തന്നെ മീറ്റു ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. അന്ന് അവർക്ക് പരാതി കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ അന്ന് അവർക്ക് നിയമപരമായി സ്വീകരിക്കാമായിരുന്നു. അപ്പോൾ അന്നൊന്നും തന്നെ സ്വീകരിക്കാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്വീകരിക്കുന്നത് എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ്. അക്കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വേടന്റെ മുൻ കേസുകളെ കുറിച്ച് പറയുകയുണ്ടായി, പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുള്ള കേസിനെ കുറിച്ച് പറയുകയുണ്ടായി. അതിൽ തന്നെ എവിടെ എത്തിയ അന്വേഷണം? ഇതുവരെയായിട്ടും ആ വേടൻ എന്ന പ്രതിയിൽ ഉപരി മാത്രം ആ അന്വേഷണം ചുറ്റിത്തിരിയുകയാണ്. എവിടെ നിന്നാണ് ഏത് പുലിയെയാണ് വേട്ടയാടി പിടിച്ചതെന്നോ അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ട് അതിന്റെ കൂടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ആ സംഭവങ്ങളെ കുറിച്ചോ യാതൊരു വിധമായ അന്വേഷണങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ വേടൻ എന്ന് പറയുന്ന ഒരാളിൽ മാത്രം ചുറ്റിത്തിരിയുന്ന ഒരവസ്ഥയാണ് നമുക്ക് മുൻ കേസുകൾ കാണുന്നത്. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി മെറിറ്റുകൾ പരിശോധിക്കും. സ്വാഭാവികമായിട്ടും കോടതി തന്നെ മുൻ വിധികളുണ്ട്. അപ്പൊ ആ വിധികൾ പ്രകാരം ഈ പറയുന്ന രീതിയിൽ, അതായത് നമ്മൾ ഇവിടെ വേടന്റെ പക്ഷം നമ്മൾ സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ എന്ന് പറയുന്നത് വേടൻ ഉന്നയിച്ച നിലപാടുകൾ വ്യക്തമാക്കിയതിന് ശേഷം മാത്രമാണ് വേടനെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് ഒരുപാട് സമയം ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുവാനും അല്ലെങ്കിൽ അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊന്നും ഉണ്ടാവാതെ ഇങ്ങനെ പരാതികൾ വരുന്നത് അതിനെക്കുറിച്ച് കൂടി അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങ് പറഞ്ഞതുപോലെ ഒരു കാര്യം, അതായത് അത് കൃത്യമാണ്. കാരണം ഈ പുലിപ്പല് കേസുമായി ബന്ധപ്പെട്ടിട്ട് അത് വേടൻ അണിഞ്ഞതാണ് പ്രശ്നം, അല്ലാതെ അത് ആരാണ് അല്ലെങ്കിൽ ആ പുലിപ്പല് അതിന്റെ വേട്ടയാടിയത് ആരാണ്, ആ അന്വേഷണം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അത് എവിടെ എത്തിയിട്ടില്ല. വേടൻ എന്നുള്ള ഒരു പേരും വേടനെ എങ്ങനെയെങ്കിലും കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണെന്ന് അതിലൂടെ തന്നെ വ്യക്തമാണ്. ഫോറസ്റ്റ് കൊടുത്ത എഫ്ഐആറിൽ പറയുന്നത് വേടന് ഈ പറയുന്ന മറ്റൊരാൾ, ഒരു ആരാധകനായിട്ട് ഒരാള് ഈ പറയുന്ന ഗിഫ്റ്റായിട്ട് കൊടുത്ത പുലിപ്പല്ല് അദ്ദേഹം തൃശ്ശൂരിൽ വെച്ച് ഇത്തരത്തിൽ കെട്ടിച്ച് മാലയാക്കിയെന്നാണ് ഫോറസ്റ്റിന്റെ എഫ്ഐആറിൽ തന്നെ പറയുന്നത്. അത് നിലനിൽക്കെ ഏത് പുലിയിൽ നിന്നാണ്, അതായത് ഏത് പ്ലേസ് ഓഫ് ഒക്കറൻസിലാണ് ഇങ്ങനെ ഒരു ക്രൈം നടന്നത്, ആരൊക്കെയാണ് ഈ ക്രൈം കമ്മിറ്റ് ചെയ്തത്, ആരൊക്കെയാണ് ആ പുലിപ്പല്ല് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പുലി ഏത് വനത്തിൽ പെടുന്നതാണ്, അതല്ലെങ്കിൽ ആ പുലിയുടെ മറ്റ് പല്ലുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. വേടൻ എന്ന വ്യക്തിയിൽ മാത്രം എത്തി നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരടി പോലും മുന്നോട്ട് പോകുവാൻ കേരളത്തിലെ ഫോറസ്റ്റിനോ അല്ലെങ്കിൽ പോലീസിനോ കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടിട്ട് ആരെയും എന്ത് ചെയ്യുന്നില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ആരെയും പ്രതി ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തില് സമൂഹത്തില് താഴേക്കിടയിൽ നിന്നും കടന്നു വന്നുകൊണ്ട് സമൂഹത്തിൽ വലിയ രീതിയിൽ, അതായത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റിയെ പോലെ തന്നെ ആൾക്കാരെയും ആരാധകരെയും കൂട്ടിയ ഈ പറയുന്ന ഒരു പാട്ട് പാടി തന്റെ കഴിവ് ഉപയോഗപ്പെടുത്തി തന്റെ സ്വന്തമായിട്ടുള്ള കഴിവ് സൃഷ്ടിയിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ഇത്തരത്തിൽ, അപ്പോൾ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം, ആരും എതിരല്ല. പക്ഷേ ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ആരോപണത്തിൽ മാത്രം ഒരാളെ തളച്ചിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കരിയറിനെയും അദ്ദേഹത്തിന്റെ ഭാവിയെയും
അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഈ തരത്തിലുള്ള അതായത് കലാവാസനയും ഒക്കെ തന്നെ തകിടം മറിക്കുന്ന ഗൂഢാലോചന അതെല്ലാം വ്യക്തമാണ്, മലയാളികൾക്കെല്ലാം വ്യക്തമാണ്. കാര്യം വേടനെ തുറങ്കിലടയ്ക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് മലയാളികൾക്ക് വ്യക്തമാണ്. വേടനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. അപ്പൊ അവരുടെയൊക്കെ പങ്ക് ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എന്തില്ല ഇത്തരത്തിൽ അത് 2022-ലെയും 2020-ലെയും ഒക്കെ പരാതികൾ എന്തായാലും സ്വയമേ വരുമെന്ന് കരുതാൻ വയ്യ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.